ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബോളിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന മനസ്സിലാവാൻ പറ്റുക എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആകാനുള്ളൊരു പ്ലാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ബോളിലെത്തു ആദ്യം എന്തൊരു കോൺഫിഡൻസാണ്. കോൺഫിഡൻസിന് ആദ്യം ഇങ്ങനെ ഈ ഒരു ഷൂട്ടിൻ്റെ രീതിയിലാണ് അത് എന്താ അത് പോസ്റ്റായിപ്പോയി വെച്ചാൽ എന്താണ് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കിട്ടും നമുക്ക് നോക്കിയാലോ. കോൺഫിഡൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുമ്പ് നമ്മൾ കോൺഫിഡൻസ് ഉപയോഗിച്ചില്ല. ഇപ്പോൾ കോൺഫിഡൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോസ്റ്റിൽ കയറും. പക്ഷേ കോൺഫിഡൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഗോൾ കയറും. അങ്ങനെ ട്രിക്കുണ്ട്, നോക്കിക്കോ ഗൈസ്. അതെന്താ അയ്യോ ഇച്ചിരി ഇതായിട്ട ആ വീഡിയോ ശ്രദ്ധയിട്ട ഒന്നും കൂടി കാണിച്ചത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നോക്കിക്കോ. ഗോൾ ഗൈസ് അപ്പുറത്ത് പറമ്പിൽ പോയിരിക്കുകയാണ്. നമുക്ക് ഈ ബോൾ ചുടക്കാൻ ഇനി ആദ്യം നമ്മളുടെ ഏറ്റവും മെയിൻ ഈ ഫുട്ബോൾ പ്ലെയർ ആകാനുണ്ടല്ല, ഏറ്റവും മെയിനാണ് ഈ റെയിൻബോ ഇല്ലെങ്കിൽ നമുക്ക് ഫുട്ബോൾ പ്ലെയർ ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് റെയിൻബോ ആണ് ആദ്യം വേണ്ടത്. നമുക്ക് ഈ നമുക്കുണ്ടല്ലോ ഒരു 100 പാർട്ട് ഇടാം, എപ്പിസോഡ്സ് ഇടാം വെച്ചാൽ കുറേ ഉണ്ട്. നമുക്കൊരു ഫുട്ബോൾ പ്ലെയർ ആകാൻ ഇവിടെ ഇങ്ങനെ കണ്ട് ഇതിങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇനി ഇങ്ങനെ നോക്ക് ഓക്കെ ഇങ്ങനെ ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഓ ഗൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അത് പഠിക്കണം. അത് നിങ്ങൾ കുറേ നേരം ട്രൈ ചെയ്താണ് പഠിക്കുന്നത്. ഞാൻ കൂടുതൽ ട്രൈ ചെയ്താണ് പഠിച്ചത്. ഈ റെയിൻബോ നമ്മളുടെ കൂട്ടാനാണ് ജോസഫ്, അവനാണ് എനിക്ക് പഠിപ്പിച്ചത്. ഈ റെയിൻബോ വെച്ചാൽ അത് ആ ബോൾ വെച്ചത് ആ പറമ്പിൽ പോയി ബോൾ വെച്ച് അത് വെച്ചാണ് ഇത്. ഇനി ഈ ബോൾ വെച്ചു വേറെ ട്രിക്കുണ്ട്. അയ്യോ ഇതെങ്ങനെ ചെയ്യണം. ആദ്യം ഇങ്ങനെ നേരെ പോയിട്ട് ഒരാൾ ഇപ്പം ഈ ഭാഗത്ത് എന്താ ഈ ഭാഗത്ത് ഒരാൾ നിൽക്കുമെന്ന് വിചാരിക്കേ. അപ്പം നേരെ ഒന്നും നോക്കണ്ട, ആൾ കൃത്യത്തെ ബോൾ എടുത്ത് ബാക്കിൽ പോയി ഇങ്ങനെ എടുത്ത് ഇവിടെ പിടിച്ച് അങ്ങോട്ടേക്ക് ഇട്ട് ഇവിടെ ഇങ്ങനെ നേരെ അവിടെ പോയി ഗോൾ അടിച്ചാൽ മതി. എത്താൻ ഞാൻ ഇപ്പോൾ ഫുൾ ട്രൈ ചെയ്ത ഓക്കെ. ഇപ്പം ഇവിടെയാണ് വിചാരിക്കുക ഓക്കെ. അയ്യോ ബോൾ അപ്പുറത്ത്, അയ്യോ ചെരുപ്പ്. ഇനി ഷോട്ട് അടിക്കാം. അയ്യോ പറമ്പിൽ പോകുന്നുണ്ട്. ഞാൻ ഷൂട്ട് അടിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് അടിക്കാണ്. ഇതാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട് നമുക്ക്. ഈ ബോളിൻ്റെ ഇനി വേണ്ടത് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിൽ. പിന്നെ 8-9 വയസ്സിലുണ്ടല്ലോ നമ്മളൊരു അക്കാഡമി ചേർന്ന് കേട്ടോ. അക്കാഡമി 26 വയസ്സിൻ്റെ മുമ്പെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കിട്ടൂല മോനെ. നോക്കണ്ട ഇങ്ങനെ. അപ്പം അടുത്തത് നമ്മൾ ചെയ്യേണ്ട കോൺഫിഡൻസ് ഹാർഡ് വർക്കാണ്. ഈ ഹാർഡ് വർക്ക് നമ്മുടെ കുറേ നാളത്തെ ഈ പ്രയോഗമൊക്കെ ഇതൊക്കെ ഈ ഇഞ്ചുറിയൊക്കെ നമ്മൾ സഹിക്കുന്നു. അതാണ് ഇപ്പം നമ്മളിങ്ങനെ പോകുകയാണ് വിചാരിക്കുക. പെട്ടെന്ന് നമ്മളുടെ കാലുണ്ടല്ലേ ഇവിടെ വന്ന് ഇടിച്ച് ഒന്ന് തെന്നിപ്പോയി വീഴുവാണ് വിചാരിക്കുക.
അപ്പം നമ്മൾ ഒന്നും നോക്കണ്ട, ബോൾ അവിടെയാന്ന് വിചാരിക്കുക, നേരെ നമ്മളെ പന്നോട്ടേക്കൊരു പാസ് എടുക്കുക, ഞാൻ നേരെ അവന്മാർ പോയി ഗോൾ അടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓടുന്ന അയാൾ തോന്നുന്ന ഒരു ഒറ്റ ഗോൾ അടിച്ചാൽ മതി. ഇങ്ങനെ ഒരു ത്രയമ്മയ്ക്ക് നമുക്ക് റിയൽ ഫുട്ബോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചാവും മോനെ. ആൾക്കാരുടെ ഇത് വേണ്ട, ഇങ്ങനെ ഇതെന്താ നായ്പിങ്ങനെയിൽ അന്നത്തെ അതാണ് മെയിൻ. അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഈ ഗോളീസിൻ്റെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള ട്രിക്കാണത്. അതുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ഭാഗ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പാർട്ട് 2 നമുക്ക് ഇന്ന് തന്നെ ഇടാം. ഇന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.